morning devotion. I'm forever yours. Praise God, hallelujah. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൂടി ജീവിക്കും. ദൈവത്തിന്റെ വചനം ജീവിപ്പിക്കാൻ ശക്തിയുള്ളതാണ്. ദൈവത്തിന്റെ വചനം ജീവൻ തരുന്ന വചനം. എന്നാൽ ആ കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ്. യേശു ഉപവസിച്ച ശേഷം ശാരീരികമായി ക്ഷീണിതനായിരിക്കുമ്പോൾ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പിശാച് പറഞ്ഞ കാര്യം, പരീക്ഷകൻ വന്ന് പറഞ്ഞ കാര്യമേ കല്ലിനെ അപ്പമാക്കി വെക്കാം. അപ്പൊ കർത്താവ് പറഞ്ഞില്ല, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നത്. അതായത് ഞാനിവിടെ വന്നത് അത്ഭുതങ്ങളെ ചെയ്ത്, സാഹചര്യങ്ങളെ അത്ഭുതങ്ങളെ ചെയ്ത് ജീവിക്കുന്ന ദൈവത്തിനെ വെളിപ്പെടുത്താനായിട്ടല്ല. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ വസിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്താൻ. അതായത് മനുഷ്യപുത്രന്റെ യഥാർത്ഥ അവസ്ഥ ദൈവപുത്രനാണ് എന്ന് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് ഞാൻ വന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം അറിയോ? നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾക്കൊരു ഭൗതികമായ മാതാപിതാക്കളുണ്ട്. എന്നാൽ അതുപോലെ തന്നെ യാഥാർത്ഥ്യമാണ്, നിങ്ങൾക്കൊരു സ്വർഗീയ പിതാവുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. അത് ആ ഒരു സാഹചര്യത്തില് അത്ഭുതങ്ങൾ, സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവത്തെ വെളിപ്പെടുത്തുക എന്നതിനപ്പുറത്ത് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, വിശപ്പിലും കർത്താവിന് വിശന്നു, കർത്താവ് കരഞ്ഞു, കർത്താവ് ആത്മാവിൽ സന്തോഷിച്ചു, കർത്താവ് ക്ഷീണിച്ചുറങ്ങി എന്നൊക്കെ കാണുന്നു. ആ അവസ്ഥയിൽ അവനകത്തൊരു ദൈവപുത്രൻ, ദൈവത്തിന്റെ പുത്രത്വം ഇരിപ്പുണ്ടെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു കർത്താവിന്റെ പദ്ധതി. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ബലഹീനതകളായിരിക്കാം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കാണുന്നത്, പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. അതായത് അവിടെ കർത്താവ് പറഞ്ഞ ഒരു കാര്യം വളരെ ലഘുവായിട്ട്, സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ ഇത്രേ ഉള്ളൂ. മനുഷ്യപുത്രൻ എപ്പോഴാണോ ദൈവവചനത്താൽ ജീവിക്കാൻ തുടങ്ങുന്നത്, അപ്പോഴാണ് അവൻ ദൈവപുത്രനായി തീരുന്നത്. കല്ലിനെ അപ്പമാക്കി തീർക്കുമ്പോഴല്ല, വചനം അവന് അപ്പമായി തീരുമ്പോഴാണ്. അതായത് ഇത്രേ ഉള്ളൂ, ശരീരത്തെ അപ്പം കൊണ്ട് പോഷിപ്പിക്കുന്ന പോലെ തന്നെ എപ്പോഴാണോ ഒരുവൻ വചനത്താൽ തന്റെ ആത്മാവിനെ പോഷിപ്പിക്കുന്നത്, അപ്പോഴാണ് അവൻ ദൈവപുത്രനായി തീരുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു വ്യക്തി എപ്പോഴാണോ തന്റെ ശരീരത്തെ അപ്പം കൊണ്ട് പോഷിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഒരു വ്യക്തി വചനത്താൽ തന്റെ ആത്മാവിനെ പോഷിപ്പിക്കുമ്പോഴാണ് ദൈവപുത്രനായി തീരുന്നത്. ഇന്ന് പകൽക്കാലം ആ അറിവോടുകൂടെ, ദൈവവചനത്തിന്റെ ബോധ്യത്തോടുകൂടെ, ആത്മാവിനാൽ വചനത്താൽ പോഷിപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഞാൻ ഈ വചനത്തിലെ വാഗ്ദത്തങ്ങൾക്കെല്ലാം അവകാശിയാന്നുള്ള ബോധ്യത്തിൽ ഇന്ന് പകൽ ജീവിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. God bless you. Have a blessed day. Amen.